pizza ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അമ്മമാർക്കൊക്കെ ഇരുന്നാലും രാവിലെ തന്നെ അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇത് കാണാനാണെങ്കിൽ പിസയുടെയൊക്കെ പോലെ തന്നെ നല്ലൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും സ്കൂളിൽ കൊണ്ടുപോകാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചപ്പാത്തിക്ക് 2 മുട്ട വെച്ചിട്ടാണ് ചേർക്കുന്നത്. അത് ഇതേപോലെ ഒരു എഗ് പീസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഒരു മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ ഒരു മുട്ട വെച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണത്തിന് 2 മുട്ട വെച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ടയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീസും വേണം. ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് കൊണ്ട് ചപ്പാത്തി പരത്തണ പോലെ പരത്തിയിട്ടെടുക്കുക. പരത്തിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് വലുതായിട്ട് പരത്തണ്ട. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ ആ വലുപ്പത്തിൽ പരത്തിയിട്ടെടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ 2 എണ്ണം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് മുട്ട ചേർക്കുക. പച്ചമുളക് ചേർക്കുക. സവോള ചേർക്കുക. ഇതിലൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഒരു അളവൊന്നുമില്ല. സാധാരണ നമ്മൾ മുട്ടയ്ക്ക് പൊരിക്കുമ്പോൾ എന്തോരം ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു ഏകദേശ കണക്കിന് ചേർക്കുക. ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൊണ്ടിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ ചീസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുട്ട ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കുക. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചപ്പാത്തി റെഡിയാക്കിയിട്ടെടുക്കുക. ഈ ചപ്പാത്തിയുടെ മുകളിലിങ്ങനെ വളരെ ചെറിയ ചെറിയ ബബിൾസ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് 2 സൈഡും വെന്തിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചപ്പാത്തിയുടെ മുകളിൽ കുറച്ച് പിസ്സ സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നീക്കി വയ്ക്കുക. ഈ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് മുട്ട മിക്സ് ചെയ്ത് ഒഴിക്കുക. ഈ പതുക്കെ കുറച്ച് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ചീസൊക്കെ കുറച്ച് കൂടുതലിടുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ചപ്പാത്തി വയ്ക്കുക. ചപ്പാത്തി വയ്ക്കുമ്പോൾ ഈ സോസ് തേച്ചിട്ടില്ലേ, ഈ ഭാഗം ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് വയ്ക്കുക. ഈ പുറത്തേക്ക് പോയേക്കണ മുട്ടയ്ക്ക് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഈ ചെറുതായിട്ട് കുറച്ച് വയ്ക്കുക. മുട്ട ശരിക്കും വേവണേലും മുമ്പ് തന്നെ, മോൾ ഭാഗം മുട്ടയുടെ ശരിക്കും വേവണേലും മുമ്പ് തന്നെ ഇതേപോലെ ചപ്പാത്തി ഇങ്ങനെ കംപ്ലീറ്റ്. ശരിക്കും അങ്ങോട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തിയുമ്പോൾ മുട്ട പിടിച്ചിരിക്കില്ല. ഇത് തിരിച്ചിടാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം.
ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും കൂടിയും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇത് രണ്ടാമതും തിരിച്ചിടും. ഇതൊന്നും കൂടിയും ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. എന്നിട്ട് ആ ചീസ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ രണ്ടാമതും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ഇടാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇത് നിങ്ങൾ രണ്ടാമത് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ടല്ലോ, തിരിച്ചിട്ട വഴിക്ക് തന്നെ രണ്ടാമത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിടണം. അല്ലെങ്കിൽ ചീസ് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി അടുത്തതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഒരെണ്ണം മറ്റേത് വെക്കരുത്. ഇത് ഓരോന്നും സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് വേണം ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ പിസ്സയ്ക്ക് കട്ട് ചെയ്യണ പോലെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ വീറ്റ് എഗ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.